Hi all, welcome back. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡിലൻ ബീഫ് മന്തിയാണ് കേട്ടോ. ഈ ഒരു ബീഫ് മന്തിക്ക് ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇന്നേവരെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, കഴിച്ചിട്ടുണ്ടാവില്ല. ഇതിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്റ്റോക്കോ ഫുഡ് കളറോ ഒന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ പെർഫെക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ വീട്ടിൽ തന്നെ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നൊരു പെർഫെക്റ്റ് മന്തി റൈസാണ് കേട്ടോ ഇത്. കാരണം എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട്, സ്റ്റോക്ക് ഭയങ്കര കെമിക്കലല്ലേ, അപ്പോൾ സ്റ്റോക്ക് ഇല്ലാതെ ചെയ്യുന്ന റെസിപ്പീസ് കാണിക്കണേന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത്. കാരണം പെരുന്നാളും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റുമല്ലോ. ബീഫ് മന്തി ആകുമ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ധൈര്യത്തിൽ കൊടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ആണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ല, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മന്തിക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് സ്റ്റോക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മന്തി വെക്കാനായിട്ട് ബീഫ് എടുത്തിട്ടുള്ളത് 850 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാമല്ലോ, മന്തിക്ക് അത്യാവശ്യം വലുതിൽ തന്നെ കട്ട് ചെയ്യുക. പിന്നെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു 850 ഗ്രാം ബീഫിൻ്റെ അളവിനാണ് കേട്ടോ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ അത് കഴുകി വൃത്തിയാക്കി നല്ലപോലെ വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം ഇതുപോലൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട്. ഒരു 2 മീഡിയം സൈസ് ഉള്ളി, സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന്, ഒത്തിരി ചെറുതാക്കിയിട്ടല്ല, ഒരു അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളിയും പിന്നെ ഒരു മീഡിയം സൈസ് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ബോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, അത്യാവശ്യം വലുപ്പമുള്ളതോ അല്ലെങ്കിൽ മീഡിയം സൈസ് ക്യാരറ്റിൻ്റെ പകുതി മാത്രം മതി കേട്ടോ. ഒരു പേരിനൊക്കെ ഇട്ട് കൊടുക്കില്ല, അങ്ങനെ മാത്രം മതി, ഇടാതെ നിൽക്കരുത്, കുറച്ച് വേണം. അപ്പോൾ അതുപോലെ തന്നെ ഈ പച്ചക്കറികളൊന്നും ഒത്തിരി ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളി അധികം ആയാലും കുഴപ്പമില്ല, ഇഞ്ചി കൂടാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് ഇത്രയും ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഇത്ര വണ്ണമുള്ള പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-8 ഗ്രാമ്പു, പിന്നെ 1 ടീസ്പൂൺ ഏലക്കായ, 2 ടീസ്പൂൺ കുരുമുളകില്ല, മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ നമ്മുടെ മല്ലിയില്ല, മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ചെറിയ ജീരകം, ക്യുമിൻ സീഡാണ് ഇത്. 2 ടീസ്പൂൺ, ബാക്കിയെല്ലാം കുറച്ചായിട്ട് മതി കേട്ടോ, ഓവർ കൂടിപ്പോണ്ട. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവൻ മല്ലിയെല്ലാം നിർബന്ധമായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അടുത്തത് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക, ഒരുപാട് വേണ്ടേ. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം നിർബന്ധമായിട്ട് തന്നെ ഒഴിക്കണം, എങ്കിലേ നമുക്ക് നല്ല സ്റ്റോക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിത് വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ആക്കണം. നമ്മുടെ ആ ഒരു ബീഫിൽ എല്ലാം ഉപ്പും ഒക്കെ ഒന്ന് നല്ലപോലെ യോജിച്ചോട്ടെ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എത്രയാണോ ബീഫ് വേവാനായിട്ട് വിസിൽ കുക്കറിൽ അടിക്കാറുള്ളത് അതിൻ്റെ നേരെ പകുതി മാത്രം അടിക്കുക. എനിക്കിപ്പോൾ 4 എടുക്കാറുള്ളൂ, അതുകൊണ്ട് 4-5 അടിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ 2 മാത്രമേ അടിക്കുന്നുള്ളൂ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ 2 വിസിലിന് ശേഷം. കാരണം നമുക്ക് ഈ ഒരു സമയത്ത് ഹാഫ് വേവിൽ ബീഫ് കിട്ടണം, എങ്കിലേ മന്തിക്ക് നല്ല റെഡി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ വിസിലൊക്കെ പോയതിന് ശേഷം, പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഇത് അടപ്പ് തുറന്നു കൊടുക്കുകയാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ബീഫും നമ്മൾ ഇട്ടിട്ടുള്ള ഐറ്റംസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്റ്റോക്കും അത്യാവശ്യം നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ലോണം വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബീഫിനെ ഈ ഒരു ബൗളിലേക്ക്, ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ബൗളിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ ബീഫും മുഴുവനായിട്ട് എടുത്തിട്ട് ഇവിടെ മാറ്റി കൊടുക്കണം. ബീഫ് ഒട്ടും ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, കറക്റ്റ് പാകത്തിനുള്ള പകുതി വേവേ ആയിട്ടുള്ളൂ. ഇനി ബാക്കി പകുതി നമുക്ക് പിന്നീട് ചെയ്യാനുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഇതായിപ്പോൾ നമ്മുടെ ബീഫ് മുഴുവൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു പാനും അരിപ്പയും എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുക്കറിൽ നിന്ന് സ്റ്റോക്ക് വാട്ടർ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ ഏതിനാണ് സ്റ്റോക്ക് ഉണ്ടാക്കുന്ന ആ പാത്രം എടുക്കുക കേട്ടോ, അതിലേക്ക് ഇതുപോലെ അരിച്ചു കൊടുക്കുക. ഇനി ഈ സംഭവത്തിൽ ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണേ. കാരണം ഇതിൽ നിന്ന് ഒട്ടും നമ്മൾ സ്റ്റോക്ക് കളയാൻ പാടില്ല. ഇതിലൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ അതിൻ്റെ അംശമൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സ്പൂണ് വെച്ച് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ നിന്നൊക്കെ വെള്ളം കിട്ടുന്നോ അത്രയും പിഴിഞ്ഞെടുക്കുക കേട്ടോ.
അപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റോക്ക് വാട്ടറാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വറ്റിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. മീഡിയം ടു ഹൈയിലിട്ടാൽ മതി. നല്ലപോലെ കുറുക്കിയെടുക്കണം, എന്നിട്ടാണ് നമ്മൾ റൈസിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എത്രയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇത് ഇവിടുന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബീഫില്ലേ, അതിൽ ചെറിയൊരു മാരിനേഷൻ ചെയ്ത് വെക്കാം. ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം മന്തി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അറബിക് മസാല പൗഡർ എന്ന് പറഞ്ഞാലും വാങ്ങിക്കാൻ കിട്ടും. അതിലേതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ചേർക്കണേ. ഒരു 1.5 ടേബിൾ സ്പൂൺ മതിയാകും. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീഫിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന രീതിയിൽ ഇത് പുരട്ടി വെക്കുക. ഇപ്പോൾ ഏതാണ്ട് ഇത് വറ്റി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഒരുപാട് ഉണ്ടായിട്ടില്ല, ഇപ്പം കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്ലെയിം കൂട്ടി വെച്ച് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടൊന്നുമല്ല ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് കുറുക്കിയെടുത്തിട്ട് മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ആ ഒരു ക്യൂബായിട്ട് കട്ട് ചെയ്യുന്ന നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സ്റ്റോക്ക് ഉണ്ടല്ലോ, സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നത്, ആ ഒരു ഷേപ്പിലായിട്ട് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്കൊക്കെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് മന്തിക്ക് ഈ ഒരു രീതിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നതെന്നുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി. ഈ ഒരു മന്തിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിലാണ് എടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മന്തിക്ക് നല്ല പെർഫെക്റ്റ് അരി സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ ഈ റൈസ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ. ഇതിന് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 4 കപ്പാണ്. 4 കപ്പ് എന്ന് പറയുമ്പോൾ 800 ഗ്രാമാണ് വരിക. ഇത് നല്ലപോലെ കഴുകിയിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. കുതിർന്നതിന് ശേഷം നമ്മളിത് കഴുകില്ല, അതുകൊണ്ട് നല്ലപോലെ തന്നെ ആദ്യം തന്നെ കഴുകിയെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് 25 അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരുപാട് സമയം വേണ്ട. അപ്പോൾ നമുക്ക് മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് അളവിൻ്റെ അടുത്തായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവ് എന്ന് പറയുന്നത് 3/4 കപ്പ് അളവ് എന്ന് പറയുന്ന പാകമാണ്. നിങ്ങൾക്ക് അഥവാ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഓയിൽ അത്ര ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു അര ടു 3/4 കപ്പ് ആ ഒരു ഇടയിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓയിൽ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇടണ്ട, കാരണം നമ്മൾ ഓൾറെഡി സ്റ്റോക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്ന് പറയുന്നത് നമുക്ക് ഈ മന്തിയിൽ നിന്ന് കാണാൻ പാടില്ല, മിക്സായിട്ട് ഇതിൽ പോയിക്കൊള്ളണം. അത്രയ്ക്ക് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്താലേ അങ്ങനെ കിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഞാൻ വഴറ്റിയെടുക്കട്ടെ. നല്ല സോഫ്റ്റായി കിട്ടണേ. ഇതിപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. നമ്മൾ സവാള എടുക്കുന്ന അതേ അളവ് തന്നെ എടുത്താൽ മതി കേട്ടോ. തക്കാളി ഒന്നല്ലെങ്കിൽ പകുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല. അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അടുത്ത ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരുപാട് മല്ലിയില വേണ്ടേ, ഒരു അരക്കൈപ്പിടിയൊക്കെ മതിയാകും. ഇനി നമുക്കിതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ സോഫ്റ്റായി. ഇതൊന്നും നമുക്ക് മന്തിയിൽ നിന്ന് കടിക്കാനേ പാടില്ല, അത്രയ്ക്ക് സോഫ്റ്റായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. എങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് വഴന്ന് കിട്ടിക്കോളും. ഇതുപോലെ വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. നല്ല വെള്ളം വരുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അടുത്ത നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മന്തി മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, വേവിച്ച് വെച്ചിട്ടുള്ള, അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത നമുക്കിതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡും കൂടി ചേർത്ത് കൊടുക്കുക. ക്യുമിൻ സീഡ് കുറച്ചധികം ചേർത്ത് കൊടുക്കുക.
ഇതിൽ ചേർത്തിട്ടുള്ള ഹോൾ സ്പൈസസ് ഒക്കെ നിർബന്ധമായിട്ട് ചേർക്കണേ, സ്കിപ്പ് ചെയ്യാതെ, എങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ, പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾക്കറിയാലോ മന്തി കഴിക്കുമ്പോഴൊക്കെ കുരുമുളകും മല്ലിയുടെയൊക്കെ ഫ്ലേവറും കടിക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിപ്പോൾ ഹാഫ് വേവല്ലേ ആയിട്ടില്ല, ഇനി ഒരു 1/4 വേവും കൂടി ഈ ഒരു ബീഫ് ഇതിൽ നിന്ന് വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് മൊരിഞ്ഞ് വരുന്ന ആ ഒരു രീതി ആകുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക. ബീഫ് നന്നായിട്ട് കളറൊക്കെ മാറി വരും കേട്ടോ, അതുവരെ നമുക്കിത് വെയിറ്റ് ചെയ്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്ത് കൊടുത്താൽ മതി, ഓവർ തീ കുറച്ച് വെക്കണ്ട. ഇനി ഇത് ഇവിടുന്ന് വഴന്ന് വരട്ടെ, നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. നമുക്ക് ഈ ഒരു സമയം കൊണ്ട് റൈസ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മന്തിയുടെ റൈസ് വേവാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മന്തിക്കൊക്കെ റൈസ് വേവിക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കട്ടെ, എന്നിട്ട് വേണം അതിൽ നിന്ന് അരി വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 5 or 6 ഏലക്കായ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 5-6 ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയ പീസ് ഇതുപോലെ ഒരു പട്ട ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെപ്പർ കോൺസ്, കുരുമുളക് ഉണ്ടല്ലോ മുഴുവൻ, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1-2 സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കില്ല കേട്ടോ, അരി തമ്മിൽ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ, ആ ഒരു സമയത്ത് മാത്രം അരി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കണം, അത് നിർബന്ധമാണ് മന്തിക്ക്. ഒന്നുകിൽ നിങ്ങൾ ഇതുപോലെ അരി വേവുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ബീഫിൻ്റെ ആ ഒരു മസാല ഒന്ന് മൊരിയാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകിയിട്ട് കുതിരാൻ വേണ്ടി വെച്ച വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അടച്ചു വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 75% അല്ലെങ്കിൽ 80% ഇടയിലായിട്ട് മാത്രം വേവ് മതി കേട്ടോ. ഓവർ വെന്ത് ഉടയാൻ പാടില്ല ഈ ഒരു സമയത്ത്, കാരണം നമുക്ക് 1 മണിക്കൂറോളം ദം ചെയ്ത് വെക്കാനുള്ളതാണ്. ഇനി നമ്മുടെ റൈസ് അവിടെ നിന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നേരത്തെ നമ്മുടെ ബീഫ് കണ്ടില്ല, നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് ബീഫിലായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറ്റിച്ച് കുറുക്കി വെച്ചിട്ടുള്ള സ്റ്റോക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഈ ഒരു സ്റ്റോക്ക് കിടന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ റൈസും കൂടി വേവിച്ച് കിട്ടും. ആ ഒരു സമയം നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ഒരുപാട് കൂട്ടി വെക്കേണ്ട, ഒരു ലോ ടു മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതായിപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3/4 ഭാഗത്തിലധികമായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ എടുത്തിട്ട് 1-2 എടുത്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇത് ഊറ്റിയെടുക്കാം, വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഊറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിലിട്ടിട്ടുള്ള ഗ്രാമ്പൂ, പട്ട, ഏലക്കായൊക്കെ എടുത്തിട്ട് കളയണം കേട്ടോ. ഇനി ഇത് ആവശ്യമില്ല, കാരണം ദം ചെയ്യുമ്പോൾ കൂടി ഇതിട്ട് കഴിഞ്ഞാൽ ഓവർ ഫ്ലേവർ ആയിപ്പോവും. ഈ ഡ്രൈ ലെമണും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ജീരകവും അതൊക്കെ കുരുമുളകൊക്കെ അതിൽ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതെടുക്ക് റൈസിനൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് എടുത്ത് കളയാം. അത് ചോറ് ഊറ്റുന്ന സമയത്ത് കാണുമ്പോൾ എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം ഊറ്റിയിട്ട് ഇതുപോലെ ഞാൻ അരിയത്തൊരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ നന്നായിട്ട് ഊറ്റിയെടുക്കട്ടെ. അപ്പം നമ്മുടെ റൈസ് മുഴുവനായിട്ട് ഞാനവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീഫ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മന്തി ദം ചെയ്യുമ്പോൾ എപ്പോഴും റൈസ് ഒട്ടും തണുക്കാൻ പാടില്ല കേട്ടോ, നല്ല ചൂടോട് തന്നെ മന്തി ദം ചെയ്യണം. അപ്പോൾ നമ്മുടെ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഈ ഡ്രൈ ലെമൺ കളയരുത്, ഈ ഒരു സമയത്തൊക്കെ ഇതിൽ തന്നെ വെക്കണം, ദം ചെയ്യുന്ന സമയത്തൊക്കെ, എങ്കിലും നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മുടെ മന്തിക്ക് ചെറിയൊരു യെല്ലോ കളർ, റെഡ് കളർ, വൈറ്റ് കളർ അങ്ങനെ ആയിട്ടല്ലേ ഉണ്ടാകുക. അപ്പോൾ യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾ കലക്കിയിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടല്ലോ, കുങ്കുമപ്പൂവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പാലിൽ കുതിർത്തിട്ട് അത് ഇട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മഞ്ഞളാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റെഡ് കളർ ചെയ്യുന്നില്ല, കാരണം അത് നിങ്ങൾക്കറിയാലോ, ഫുഡ് കളർ നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിക്കുക കേട്ടോ. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മന്തിക്ക് അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. നമ്മൾ വീട്ടിൽ ചെയ്യുന്നല്ലേ, അപ്പം നല്ല രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കിതുപോലെ ഒരു ചെറിയ ബൗൾ ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒരു കുഞ്ഞു ബൗൾ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ചാർക്കോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് കനലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചാർക്കോളിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഇട്ടിച്ച് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നല്ല പുക വരും. ആ ഒരു പുകയും കൂടി ഉണ്ടെങ്കിൽ മാത്രമായിട്ട്, ആ ഒരു ചാർക്കോളിൻ്റെ ഫ്ലേവറും കൂടി ഉണ്ടെങ്കിൽ മന്തിക്ക് പെർഫെക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ ആ പുക വന്നതിന് ഇതുപോലെ ഫോയിലും അടുപ്പൊക്കെ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഒട്ടും പുറത്തു പോകാൻ പാടില്ല, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒരു 3/4 മണിക്കൂറോളം ഫ്ലെയിം ഓൺ ചെയ്ത് തന്നെ വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് 3/4 മണിക്കൂറിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 മണിക്കൂറോളം പിന്നെ അതുപോലെ തന്നെ ദം പൊട്ടിക്കാതെ തന്നെ വെക്കുക കേട്ടോ. എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല രീതിക്ക് സെറ്റായി കിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് ഇത് 1 മണിക്കൂറൊന്ന് ദമ്മായിട്ട് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മന്തിയുടെ ചട്നി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ചട്നി എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും, എന്നാൽ ഞാൻ ചെറുതായിട്ടൊന്ന് സ്പീഡായിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും 2 പച്ചമുളകും അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇതായിപ്പോൾ ഞാൻ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചട്നി റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചട്നി മന്തിക്ക് പെർഫെക്റ്റ് ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ദം പൊട്ടിക്കാം. അപ്പോൾ ഈ ഒരു ഫോയിലും ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ബൗളിൽ അത് മെല്ലെ അതിലൊന്നും ചോറിലൊന്നും ആവാതെ ശ്രദ്ധിച്ചെടുത്ത് മാറ്റണേ. ഇനി ഇതെല്ലാം ചേർത്തിട്ട് ഒന്നിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മന്തി നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ബീഫും ആ ഒരു മസാലയും ചോറും ഒക്കെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് മന്തി പൊതുവേ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിയുന്നേ എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് റൈസൊക്കെയാണ് കേട്ടോ. ഒട്ടും പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടും ഒന്നുമില്ല, അടിക്കൊന്നും പിടിച്ചിട്ടും ഒന്നുമില്ല. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫുഡ് കളർ ചേർക്കാത്തതുകൊണ്ട് കുറച്ചൊരു കാണാൻ ഭംഗി കുറവുണ്ടാവും, എന്നാലും കഴിക്കാൻ വേറെ ലെവൽ തന്നെ. കാരണം നമ്മൾ സ്റ്റോക്കും ഒന്നും പുറത്തുനിന്നൊന്നും വാങ്ങിക്കുന്നില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം, നമുക്കും നല്ല രീതിക്ക് തന്നെ കഴിക്കാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ ആരും നിങ്ങൾ ഇന്നേ വരെ ഇങ്ങനൊരു റൈസ് കണ്ടിട്ടുണ്ടാവില്ല, കഴിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ടേസ്റ്റിൽ. കാരണം നമ്മളിത് കടയിൽ നിന്ന് പോലും സ്റ്റോക്കൊന്നും വാങ്ങിച്ചിട്ടല്ല ചെയ്യുന്നത്, പക്ഷേ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. 100% നിങ്ങൾക്ക് ഇതുപോലെ വിശ്വസിച്ച് ചെയ്യുക. ഈ പെരുന്നാളിന് എല്ലാവരും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഫോട്ടോസും അയച്ചുതരാം ഇൻസ്റ്റയിലൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്